മാനന്തവാടിയിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ ബോർഡിൽ സ്പ്രേ പെയിന്റ് അടിച്ചായിരുന്നു ഷോബിന്റെ പ്രതിഷേധം. ഷോബിന്റെ സഹോദരി ഭർത്താവ് ബിജു വർഗീസിനെ ഫെബ്രുവരി 29 പുലർച്ചെയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മൂക്കിൽ നിന്നും വായിൽ നിന്നും രക്തം വന്ന അബോധാവസ്ഥയിലായിരുന്നു ബിജു. ഗുരുതരാവസ്ഥയിലായ രോഗിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു. ഇവിടെ വെച്ച് ബിജു വർഗീസ് മരിച്ചു. മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ബിജുവിന് മതിയായ ചികിത്സ ലഭിച്ചില്ലെന്ന് ആരോപിച്ചായിരുന്നു ഷോബിന്റെ പ്രതിഷേധം. ബിജു മടത്തുംപടി ബിജു, അതായത് എന്റെ അളിയനാണ്, എന്റെ പെങ്ങളുടെ ഭർത്താവാണ്. രാവിലെ മൂക്കിലൂടെയും വായിലൂടെയും ചോര വന്നിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ മുതൽ ഇവിടെ വളരെ അലംഭാവാണ്. ഒരു തരത്തിൽ ആ രോഗിനെ അവർ പരിചരിക്കുന്നില്ല. ഇത് മെഡിക്കൽ കോളേജ് ആണെന്നുള്ള ഒരു തരത്തിലും ഇതിനെ അംഗീകരിക്കാൻ പറ്റില്ല. കാരണം മെഡിക്കൽ കോളേജിൽ കണ്ട പ്രാഥമികമായിട്ടുള്ള ഒരു ചികിത്സ നൽകിയിട്ടില്ല. RMOയുടെ പരാതിയെ തുടർന്ന് പോലീസ് എത്തി ഷോബിനെ കസ്റ്റഡിയിലെടുത്തു. ഭർത്താവിന്റെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഷോബിന്റെ സഹോദരി ഷോണി ആരോഗ്യവകുപ്പ് മന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്നാണ് ആരോപണം. അതേസമയം ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്നും രോഗിയെ പെട്ടെന്ന് തന്നെ റഫർ ചെയ്തതായും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, വയനാട്.